പശ്ചിമ ബംഗാളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ബി.ജെ.പി. സർക്കാർ. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ എല്ലാ ജില്ലകളിലും ജനതാ ദർബാർ സംഘടിപ്പിക്കും. ബി.ജെ.പി. ഓഫീസുകളിലടക്കം ജനതാ ദർബാറുകൾ നടത്തും. വിവരങ്ങൾ നൽകാൻ ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ബംഗാളിൽ താമര വിരിഞ്ഞതിന് പിന്നാലെ സുവേന്ദു അധികാരി അവിടെ വികസനത്തിന് വേണ്ടി വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ദർബാർ സംഘടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി. പശ്ചിമ ബംഗാളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ തന്നെയാണ് ബി.ജെ.പി. സർക്കാരിൻ്റെ തീരുമാനം. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ബി.ജെ.പി. ഓഫീസിലെ ജനതാ ദർബാറിൽ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ജനതാ ദർബാറുകൾ തുടങ്ങും എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനം. അതിനു വേണ്ടിയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി.ജെ.പി. പറഞ്ഞത് ഇത്തരത്തിലുള്ള ജനതാ ദർബാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ ബി.ജെ.പി. അധികാരത്തിൽ വരികയാണെങ്കിൽ കൈക്കൊള്ളും എന്നുള്ളതായിരുന്നു. ഈ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം അത് പാലിക്കുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സുവേന്ദു അധികാരി സർക്കാർ സ്വീകരിക്കുന്നത്. ബി.ജെ.പി. ഓഫീസിലെ ജനതാ ദർബാറിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്. ജനങ്ങളുടെ പരാതിയും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തൻ്റെ സർക്കാർ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് സുവേന്ദു അധികാരി നൽകുന്നത്. ഒപ്പം തന്നെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ജനതാ ദർബാറുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ ജനതാ ദർബാറുകളിലൂടെ ജനങ്ങൾക്ക് അവരുടെ പരാതികൾ സർക്കാരിനെ അറിയിക്കാൻ കഴിയും. ഈ പരാതികൾ പഠിച്ച് അത് പരിശോധിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തുകയും ചെയ്യും. എന്തായാലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനൊപ്പം ജനക്ഷേമ പദ്ധതികളും പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുന്നതിന് തന്നെയാണ് സുവേന്ദു അധികാരി സർക്കാരിൻ്റെ തീരുമാനം. ഈ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത് പ്രകടന പത്രികയിൽ പറഞ്ഞതായാലും ഓരോ നേതാക്കളും പ്രസംഗത്തിൽ സൂചിപ്പിച്ചതായാലും അതൊക്കെ പാലിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ബി.ജെ.പി. സർക്കാരിൻ്റെ തീരുമാനം. അശ്വതി.